ഹലോ. കഴിഞ്ഞ ഒരാഴ്ച എന്തൊക്കെയായിരുന്നു? പനി, ചുമ, തുമ്മൽ, ചീറ്റൽ, പോരാഞ്ഞിട്ട് ഇലക്ഷൻ്റെ അവധി, അങ്ങനെ എല്ലാം കൂടെ ഏകദേശം ഒരാഴ്ച റംസാൻ ഇവിടെ സുഖവാസമായിരുന്നു. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു, സുഖവാസമായിരുന്നു. രാവിലെ എണീക്കണ്ടായിരുന്നു, അലാറമൊന്നും അടിക്കുന്ന സൗണ്ട് പോലും കേൾക്കണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അലാറം അടിച്ചപ്പോൾ എനിക്ക് വേറെ എവിടെയോ ഇരുന്ന് അലാറം അടിക്കണം, എനിക്ക് വേണ്ടിയിട്ടല്ലാന്ന് തോന്നി. ഞാൻ മിണ്ടാതെ കുറേ നേരം കിടന്നു. പിന്നെ ഞാൻ മനസ്സിലാക്കി, ഞാൻ ഈ കള്ളത്തരം കാണിച്ച് കിടന്നാൽ എൻ്റെ കൊച്ചിനൊന്നും ബസ് കിട്ടത്തില്ല, ഇതിന് ഞാൻ തന്നെ സ്കൂളിലെത്തിക്കേണ്ടി വരുമെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ വേഗം ചാടി എണീറ്റുണ്ടായിരുന്നു. പിന്നെ നേരെ അടുക്കളയിലോട്ട് വന്നു. ആദ്യം കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയത്. ഇന്ന് കാപ്പി അപ്പമാണ്. അപ്പത്തിന് കറിയായിട്ട് മുട്ട റോസ്റ്റാണ്. പെട്ടെന്ന് തന്നെ അപ്പമൊക്കെ ചുട്ടെടുത്തു. അതിനുശേഷം മുട്ട റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉള്ളിയൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്കും മുട്ടയൊക്കെ അവിച്ച് അതിലോട്ടിട്ട്. റംസാൻ ഇന്ന് സ്നാക്സിനും കൊടുത്തു വിടുന്നത് മുട്ടയാണ്. അപ്പം അതൊക്കെ ഒന്നാക്കി വെച്ചിട്ട് നേരെ റംസാനെ എണീപ്പിച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. റംസാനെ കുളിപ്പിച്ച കൂട്ടത്തിൽ തന്നെ ഞാൻ റിതാൻകുട്ടനെയും കൂടെ കുളിപ്പിച്ചെടുത്ത് ഹോളിലോട്ട് ഇരുത്തിയിട്ട് റംസാന് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത്. അപ്പോൾ റംസാന് കഴിക്കാൻ കൊടുക്കുമ്പോഴത്തേക്കും അവൻ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ പിച്ച് പിച്ച് റിതാനും കൊടുത്തുകൊണ്ടിരുന്നോളും. ആ സമയത്തേന് ഞാനിവിടെ ലഞ്ചും സ്നാക്സൊക്കെ എടുത്ത് വെച്ചു. ലഞ്ച് ബോക്സ് എടുത്തപ്പോഴത്തേക്കും അതിൻ്റെ ഈ അടപ്പിൻ്റെ സൈഡ് മൊത്തം എന്തോ കറുത്ത ഡോട്ട്, ഇങ്ങനെ എത്ര തേച്ചിട്ട് സ്ക്രബ്ബർ വെച്ചും കമ്പി വെച്ചൊക്കെ തേച്ചിട്ട് പോലും അത് പോണില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു സ്നാക്സ് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന ഒരു പാത്രത്തിലാണ് ലഞ്ച് കൊടുത്തുവിട്ട്. 2 ലഞ്ച് ബോക്സിൻ്റെ ഈ അടപ്പിൻ്റെ അവിടെ ഇങ്ങനെ കറവലായി, അതിന് കൊടുത്തു വിടാനൊക്കത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ എന്തായാലും തൽക്കാലം ഇന്നിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വിടാമെന്ന്. അപ്പം ലഞ്ചിന് കൊടുത്തു വിട്ടത് മുട്ടയും മീൻ വറുത്തതുമായിരുന്നു. സ്നാക്സിന് മുട്ടയാണ് കൊടുത്തു വിട്ടത്. അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് നേരെ ഉടുപ്പൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന്. 2 പേരെയും ഒരുമിച്ചാണ് ഇന്ന് ഡ്രസ്സൊക്കെ ഇടിയിച്ചത്. റിതാന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇക്കച്ചീൻ്റെ കൂടെ ഒരുങ്ങാൻ വേണ്ടിയിട്ട്. അവനും ചില സമയം ഇതെങ്ങനെയാണ്, അവൻ്റെ വിചാരം ഞാൻ അവന് സ്കൂളിൽ പോവുകയാണെന്ന്. റംസാൻ്റെ ID കാർഡൊക്കെ എടുത്തിട്ട് ട്യൂഷന് കൊണ്ടുപോകണ ബുക്കൊക്കെ എടുത്ത് ബാഗിനകത്ത് വെച്ചിട്ട് ആ ബാഗും വലിച്ചുകൊണ്ട് നടക്കും. അവന് തോളിലിടാൻ പറ്റില്ലെങ്കിൽ അതിനെയും വലിച്ചുകൊണ്ട് നടക്കും. അതുകൊണ്ട് ഞാൻ അവനെയും റംസാൻ്റെ കൂട്ടത്തിൽ നിർത്തി തന്നെ ഒരുക്കി പൗഡറൊക്കെ ഇട്ട് കൊടുത്തു, സ്പ്രേ ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബുക്കും പുസ്തകങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലൊരു ബുക്ക് ട്യൂഷൻ വീട്ടിൽ കൊണ്ട് കളഞ്ഞിട്ട് എവിടെയെന്ന് പറഞ്ഞാൽ തപ്പിക്കൊണ്ട് നടക്കുമായിരുന്നു. അവിടെ മറന്ന് വെച്ചേച്ച് വന്ന് പിന്നെ അത് അന്വേഷിച്ച് നടന്ന് അതിന് കുറേ സമയം പോയി. പിന്നെ മനസ്സിലാക്കി അതവിടെ ട്യൂഷൻ വീട്ടിൽ ഇരിപ്പുണ്ടെന്നുള്ള കാര്യം. അപ്പം ഞാൻ പറഞ്ഞു, ടീച്ചർ ചോദിക്കണമെങ്കിൽ നീ പറഞ്ഞു തരാൻ മറന്നുപോയി, ട്യൂഷൻ വീട്ടിൽ ഇരിക്കണം, നാളെ കൊണ്ടുവരാം. പിന്നെ അതിന് കുറച്ച് കരച്ചിലും പിഴിച്ചിലൊക്കെ ആയിട്ട് ഒരുവിധം സമാധാനിപ്പിച്ച് പറഞ്ഞു വിട്ടു. അവൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റാണെങ്കിൽ പോലും അവനൊരു സമാധാനമില്ല, അവൻ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. പിന്നെ അവനെ ബസ് കയറ്റി വിട്ടിട്ട് ഞാനും കാപ്പി കുടിച്ച. 10 വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്